നമുക്കെല്ലാവർക്കും ഉണ്ട് വേദനകൾ, നൊമ്പരങ്ങൾ, സഹനങ്ങൾ, കൈപ്പേറിയ സങ്കടങ്ങൾ, തിക്താനുഭവങ്ങൾ. ഇവ എന്തിനു വേണ്ടിയാണ് എനിക്ക് നൽകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാം. എന്തിനു വേണ്ടിയാണ് ഇവയെല്ലാം നൽകുന്നത്? അതിന് ഒരു മനോഹരമായ ഉത്തരം സകല മതഗ്രന്ഥങ്ങളും നമുക്ക് തരുന്നുണ്ട്. സഹനം തരുന്നത് പച്ച മനുഷ്യരായി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ച മനുഷ്യർ ആരാണോ കൂടുതൽ സഹിക്കുന്നവർ അവർ കൂടുതൽ പച്ച മനുഷ്യരായിട്ട് മാറും. സഹിക്കുന്ന ആൾക്കാർക്ക് സഹിക്കുന്നവരുടെ നൊമ്പരം മനസ്സിലാക്കാൻ പറ്റും. സഹിക്കുന്നവരുടെ നൊമ്പരം മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും മറ്റ് വ്യക്തികളാൽ സഹായിച്ച് വിദ്യാഭ്യാസം പൂർത്തിയായി ജോലി കിട്ടിയ ആൾക്കാർ ആദ്യം ശമ്പളം കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് ഈ പണം പീസായിട്ട് കൊടുക്കണം. ഞങ്ങളിങ്ങനെ വേദനിച്ചതാണ്. ഞങ്ങളുടെ വേദനയിൽ ആരൊക്കെയോ ഞങ്ങളെ സഹായിച്ചു, അതിനാൽ ഞങ്ങൾ ഇത്രയായി. ഇതാണ് പച്ച മനുഷ്യരാക്കുക എന്ന് പറയുക. കോളനികളിൽ കിടന്ന മനുഷ്യന് വീടില്ലാത്തവൻ്റെ വേദന മനസ്സിലാവും. യുദ്ധത്തെ ഫേസ് ചെയ്തവന് യുദ്ധഭൂമിയുടെ ഭീകരത മനസ്സിലാകും. ദാരിദ്ര്യം അനുഭവിച്ചവന് വിശപ്പിൻ്റെ വേദന മനസ്സിലാകും. അപ്പോൾ നമുക്ക് സഹനം തരുമ്പോൾ അത് മറ്റുള്ളവരോട് നന്മ കാണിക്കുന്ന പച്ച മനുഷ്യരായി നമ്മൾ മാറാനുള്ള ദൈവത്തിൻ്റെ വഴികളായി നമ്മൾ കാണണം. അതുകൊണ്ടാണ് മനുഷ്യൻ ചില നോമ്പുകൾ നോക്കുമ്പോൾ ഉപവാസം എടുക്കും. അത് റംസാൻ്റെ വിശുദ്ധ നോമ്പാകാം, ശബരിമലയ്ക്ക് പോകുന്ന സമയത്തെടുക്കുന്ന നോമ്പാകാം, ക്രൈസ്തവരുടെ 20 നോമ്പും 50 നോയമ്പും ആകാം. ഈ നോയമ്പിൽ കൂടുതൽ പച്ച മനുഷ്യൻ്റെ സ്വഭാവം അറിയാൻ വേണ്ടി ഭക്ഷണം വെടിയും. ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക, അടുത്തിരിക്കുക എന്നാണ് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ വ്യാഖ്യാനം, നിർവചനം. പക്ഷേ ഭക്ഷണം വെടിയും. എന്തിനാണ് ഭക്ഷണം വെടിയുന്നത്? വിശപ്പ് അനുഭവിക്കുന്ന മനുഷ്യരോട് താതാത്മ്യം പ്രാപിക്കാൻ. അത് കളക്ടറും IAS ഓഫീസറും എത്ര വലിയ ആളും ആയിക്കോട്ടെ വിശ്വാസത്തിൽ നോമ്പ് നോക്കും. വിശക്കുന്ന മനുഷ്യൻ്റെ വേദനയോട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി. ഒപ്പം നല്ല സമയത്ത് ഭക്ഷണത്തോട് കാണിച്ച ബഹുമാനക്കുറവ് അതിന് പരിഹാരമായിട്ടാണ്. വിശക്കുന്ന ലക്ഷ്യങ്ങളോട് അനുരൂപപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഒരു വിശപ്പും നൊമ്പരമൊക്കെ വരുമ്പോൾ നല്ല മനുഷ്യർക്കും എന്നേക്കാൾ വിശക്കുന്ന എത്രയോ പേരുണ്ട്. അതിനു മുമ്പിൽ ഇതൊന്നും പ്രശ്നമല്ല. കാരണം നമ്മളെക്കാൾ താന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ടെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നത് സഹനം വരുമ്പോഴാണ്. പച്ച മനുഷ്യരാക്കി നമ്മളെ ചിന്തിപ്പിക്കുന്നത് സഹനം വരുമ്പോഴാണ്. നമുക്ക് അതിനുള്ള വഴിയാണ് സഹനം ഒരുക്കി തരിക. ഒരു റേബാൻ കണ്ണട മേടിക്കാൻ എനിക്ക് കാശില്ലല്ലോ എന്നോർത്ത് ഞാൻ വേദനിക്കുമ്പോൾ ദൈവം കണ്ണില്ലാത്ത ഒരന്ധനെ കാണിച്ചു തരും. അപ്പോൾ കണ്ണുള്ള ഞാൻ കണ്ണടയില്ലെങ്കിലും കണ്ണുണ്ടല്ലോ എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഷൂസ് മേടിക്കാൻ കാശില്ലെന്നോർത്തപ്പോൾ കാലില്ലാത്തവനെ ദൈവം കാണിച്ചു തരും. അപ്പോൾ ഷൂസില്ലെങ്കിലും കാലുണ്ടല്ലോ മനസ്സിലാക്കാൻ പറ്റണം. പച്ച മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ട് വളരാനുള്ള കൃപയാണ് സഹനം നമുക്ക് സമ്മാനിക്കുക. ഒരു സഹനവും ഇല്ലേ മനുഷ്യന് സ്വാർത്ഥനാവും. ഒരു സഹനവും ഇല്ലേ മറ്റു മനുഷ്യനെ അറിയില്ല. അവൻ്റെ കണ്ണുനീരിൻ്റെ വിലയറിയില്ല, അവൻ്റെ വേദനയെക്കുറിച്ചും അറിയില്ല. സഹനമില്ലെങ്കിൽ സഹനമുണ്ടോ തിരിച്ചറിയും. സഹിച്ചവർ നന്മ ചെയ്യും, സഹിച്ചവർ എളിമപ്പെടും. സഹനമുള്ളവർ മറ്റുള്ളവനെ പരിഗണിക്കും, അവൻ്റെ വേദനയിൽ അലിഞ്ഞു ചേരും. അങ്ങനെ അലിഞ്ഞു ചേരാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി ദൈവം നമുക്ക് സഹനങ്ങൾ അനുവദിക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടി സഹനം എന്ന് ചോദിച്ചാൽ മറുപടി ഒന്നേ ഉള്ളൂ: കൂടുതൽ പച്ച മനുഷ്യനാകാൻ, അല്പം കൂടെ നല്ല മനുഷ്യനാകാൻ, അല്പം കൂടെ മയമുള്ള വിധേയത്വമുള്ള ദയയുള്ള ഒരു മനുഷ്യനായി മാറാൻ, പരിപൂർണ മനുഷ്യനാക്കി മാറ്റാൻ ദൈവം നമുക്ക് സഹനം തരും. അപ്പോൾ സഹനം കണ്ട് തളരരുത്, വാടരുത്. ഇതെന്തിന് എന്ന് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ: ഞാൻ അല്പം കൂടെ പച്ച മനുഷ്യനാകണം. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സമ്മാനം എൻ്റെ കയ്യിലുണ്ട്. അല്പം കൂടെ നല്ല ഒരപ്പനാവുക, അല്പം കൂടെ നല്ല ഒരമ്മയാവുക, അല്പം കൂടെ നല്ല ഒരു ഭർത്താവാകുക,
ഭാര്യയാകുക, ഒരു മകനാകുക. എൻ്റെ കയ്യിലുള്ളതും ഞാൻ കൊടുക്കാത്തതുമായ സമ്മാനമാണിത്. ഇത് കൊടുക്കുവാൻ, അങ്ങനെ കൊടുത്ത് ജീവിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ആ കൃപയിൽ ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഹനം നമ്മളെ പച്ച മനുഷ്യരാകുമ്പോൾ മറ്റു മനുഷ്യരുടെ സഹന നൊമ്പരങ്ങളിൽ അലിവ് തോന്നി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.